എസിനെ കാണാൻ കാത്തു നിൽക്കുന്ന എസിനെ ഹൃദയത്തിലേറ്റുന്നവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. വേലിക്കകത്ത് വീട്ടിലേക്ക് എസിനെയും വഹിച്ചുള്ള വിലാപയാത്ര പോവുകയാണ്. 1923 ഒക്ടോബർ 20-നാണ് എസിൻ്റെ ജനനം. നമ്മൾ എസ് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്നാണ് പറയുന്നതെങ്കിലും ശരിക്കത് വെന്തലത്തറ വീട്ടിൽ ശങ്കരൻ അച്യുതാനന്ദനാണ്. ആ വെന്തലത്തറ വീട്ടിൽ നിന്ന് വേലിക്കകത്ത് വീട്ടിലേക്ക് എസ് മാറുന്നത് വിവാഹ ശേഷമാണ്. വെന്തലത്തറ വീട്ടിൽ ശങ്കരൻ്റെയും മണ്ണഞ്ചേരി മാലൂർ തോപ്പിൽ വീട്ടിൽ അക്കമ്മയുടെയും മകനായി ഒക്ടോബർ 20, 1923 ഒക്ടോബർ 20-നാണ് എസ് അച്യുതാനന്ദൻ ജനിക്കുന്നത്. 102-ാം വയസ്സിലേക്കാണ് എസ് കടന്നിരുന്നത്. 102 വയസ്സ് അടുത്ത ഒക്ടോബറിലാണ് അദ്ദേഹത്തിന് തികയുക. 100 വയസ്സ് പിന്നിട്ടപ്പോൾ തന്നെ അദ്ദേഹം ഒരു ചരിത്രമാണ് എന്ന രീതിയിൽ രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നെയും അദ്ദേഹം പോരാടി, പ്രായത്തോട് പോരാടി, അനാരോഗ്യത്തോട് പോരാടി. അദ്ദേഹം അവിടെയുണ്ട് എന്ന ധൈര്യം നമ്മളെയൊക്കെ ശക്തരാക്കി. വെറും 4.5 വയസ്സ് പ്രായമുള്ളപ്പോൾ അമ്മ മരിച്ചു. 11-ാം വയസ്സിൽ അച്ഛൻ മരിച്ചു. പിന്നീട് ജ്യേഷ്ഠനായിരുന്നു എസിനെ നോക്കിയത്. കുടുംബത്തിൻ്റെ ചുമതലയൊക്കെ അന്ന് ജ്യേഷ്ഠനായിരുന്നു. ചേട്ടനൊപ്പം തുന്നൽ ജോലിക്ക് ഇറങ്ങി. പിന്നീട് കയർ ഫാക്ടറിയിൽ തൊഴിലാളിയായി. അങ്ങനെ ആ കയർ ഫാക്ടറി കയർ തൊഴിലാളിയായി ജീവിക്കുന്നതിനിടയിലാണ് കർഷക തൊഴിലാളികൾക്കിടയിൽ ഒരു മിടുക്കൻ ചെറുപ്പക്കാരനായി പ്രവർത്തിക്കുമ്പോഴാണ് AKGയെയും കുഞ്ഞമ്പൂവിനെയും ഒക്കെ അദ്ദേഹം അടുത്തറിയുന്നത്. പി കൃഷ്ണപിള്ളയുടെ ശ്രദ്ധയിൽ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ പെടുന്നു. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിലേക്ക് പി കൃഷ്ണപിള്ള കൈ പിടിച്ച് കൊണ്ടുപോകുന്നത് എസിനെ. പിന്നെയുള്ളതൊക്കെ ചരിത്രമാണ്. ആ ചരിത്ര ഭൂമികയിലേക്ക് എവിടെ നിന്നാണോ എസ് എന്ന ദ്വയാക്ഷരി എസ് എന്ന ചുവന്ന നക്ഷത്രം ഉദിച്ചുയർന്നത്, ആ മണ്ണിലേക്ക് ഇപ്പോൾ എസ് മടങ്ങിയെത്തുകയാണ്. സർ CP രാമസ്വാമി അയ്യർക്കെതിരായ പുന്നപ്ര വയലാർ സമരത്തിലാണ് എസ് എന്ന രക്തതാരകം ഉദിച്ചുയരുന്നത്. പാർട്ടി നിർദ്ദേശപ്രകാരം പൂഞ്ഞാറിലേക്ക് പോയി. എസ് അവിടെ പിടിയിലായി. കൊടിയ മർദ്ദനമേൽക്കേണ്ടി വന്നു. അക്കാലത്ത് കാൽവെള്ളയിൽ ബയണറ്റ് തുളച്ചു കയറ്റി പോലീസ് അറസ്റ്റിനെ തുടർന്ന് ഒരു ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നു. 4 വർഷം പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവിലായി. പിന്നീട് സ്വാതന്ത്ര്യാനന്തര കാലത്ത് എസ് ഭൂസമരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പങ്കാളിയായത്. പിന്നീട് പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് എത്തുന്ന എസിനെയാണ് നമ്മൾ കണ്ടത്. 1964-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന് CPIM രൂപീകരിച്ച ആ 32 പേരിൽ ഒരാൾ. അതായത് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെയും ബന്ധിപ്പിച്ച അവസാനത്തെ കണ്ണി. ആ കണ്ണിയാണിപ്പോൾ വിടവാങ്ങുന്നത്. കേരളത്തിലെ CPMൻ്റെ, ഇന്ത്യയിലെ CPMൻ്റെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഏറ്റവും കരുത്തനായ, ഏറ്റവും മുതിർന്ന നേതാവാണിപ്പോൾ വിടവാങ്ങുന്നത്. ആ സഖാവിനാണ് മുഷ്ടി ചുരുട്ടിയ മുദ്രാവാക്യങ്ങളിലൂടെ പ്രവർത്തകർ ഇപ്പോൾ അദ്ദേഹത്തെ ആവോളം സ്നേഹിച്ചവർ ഇപ്പോൾ വിട നൽകുന്നത്. സജിത്ത് തുടരുന്നുണ്ട്. സജിത്ത് നഗരത്തിലേക്ക് എത്തി. ഇനി വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ വീട്ടിലേക്ക്. പക്ഷെ അപ്പോഴും ആ വഴിയിൽ എത്രയോ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നവരെ അവഗണിച്ച ആ വാഹനത്തിന് മുന്നോട്ട് പോകാൻ ആവില്ല എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. എസ് നടന്ന വഴികളാണിത്. ആ വഴികളിലേക്ക് എസ് മടങ്ങിയെത്തുമ്പോൾ അഭിവാദ്യം, എന്നും ഇത്തരം മുദ്രാവാക്യങ്ങളെ ചെറുചിരിയോടെ പ്രത്യഭിവാദ്യം ചെയ്ത് ആ കൈ പ്രത്യേക തരത്തിൽ ഉയർത്തി നടന്നു പോകുന്ന എസിനെ, മുണ്ടിൻ്റെ തല പിടിച്ച് നടന്നു പോകുന്ന എസിനെയാണ് കണ്ണടച്ചാൽ മനസ്സിൽ ഓർമ്മ വരുന്നത്. അവിടേക്ക് എസ് മടങ്ങിയെത്തുന്നു. ഷിജ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വൈകാരിക വായ്പകളോടെ ആലപ്പുഴ വിട ചൊല്ലുകയാണ് എസിന്. വെറും 1.5 കിലോമീറ്റർ മാത്രമാണ് ഇനിയുള്ള ദൂരം വേലിക്കകത്ത് വീട്ടിലേക്ക് എസ് മടങ്ങിയെത്തുകയാണ്. തന്റെ ജന്മഗൃഹത്തിലേക്ക് എസ് മടങ്ങി വരികയാണ്. അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലൂടെ, ഈ നഗര ഹൃദയത്തിലൂടെ ആലപ്പുഴക്കാർ
VS-ന് വിട ചൊല്ലുകയാണ്. അങ്ങേയറ്റത്തെ വൈകാരിക വായ്പകളോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട VS ഇല്ലാതാവുന്നില്ല, VS നഷ്ടപ്പെടുന്നില്ല, ഇനി VS മരിക്കുന്നില്ല എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ഇവിടെ VS-ന് ആദരം നൽകിക്കൊണ്ട് VS-ന് യാത്രയെ ഒരുക്കുന്നത് ആലപ്പുഴക്കാർ. അങ്ങനെ ഇനിയുള്ള ക്രമീകരണങ്ങൾ ഇങ്ങനെയാണ്. വേലിക്കകത്ത് വീട്ടിൽ അദ്ദേഹത്തിന്റെ ജന്മഗൃഹത്തിൽ ഇനി അവശേഷിക്കുന്ന സമയം നേരത്തെ നിശ്ചയിച്ച 2 മണിക്കൂർ പൊതുദർശനമാണ്. ഒരുപക്ഷെ പുതിയ സാഹചര്യത്തിൽ ഒരുപക്ഷെ അതിന്റെ സമയം കുറച്ചേക്കാം. അതിനുശേഷം CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശന പരിപാടികൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുശേഷമാവും പിന്നീട് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് പൊതുദർശനം നടക്കുക. വൈകിട്ട് 4 മണിക്കായിരുന്നു സംസ്കാര ചടങ്ങുകൾ നേരത്തെ നിശ്ചയിച്ചിരുന്നു. പക്ഷേ ആ സമയക്രമത്തിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. അങ്ങനെ അത് വൈകും. ഒരു കാര്യം ഉറപ്പാണ്, രാത്രി ഏറെ വൈകിയാവും ആലപ്പുഴയുടെ മണ്ണിലേക്ക്, പുന്നപ്ര സമരധീരന്മാരുടെ മണ്ണിലേക്ക് VS അലിഞ്ഞു ചേരുക. അത്തരത്തിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുന്നത് നോക്കുക. ആലപ്പുഴയിലേക്ക്, നഗരത്തിലേക്ക് എത്തിയപ്പോൾ പുരുഷാരങ്ങൾ ഇങ്ങനെ ഈ യാത്രയ്ക്കൊപ്പം ചേർന്നിരിക്കുകയാണ്. കണ്ണത്താ ദൂരത്തോളം ആൾക്കൂട്ടം ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങളും. ശക്തമായ മഴയുണ്ടായിരുന്നു അല്പസമയം മുമ്പ്, പക്ഷേ ഇപ്പോൾ മഴ മാറിയിട്ടുണ്ട്. അങ്ങനെ VS-ന്റെ മടക്ക യാത്ര, സ്വന്തം നാട്ടിലേക്ക് VS മടങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന്റെ ആ യാത്രയിൽ അദ്ദേഹത്തിന് അർഹിക്കുന്ന യാത്രയപ്പ് ഈ നാട്ടുകാർ നൽകുന്നു. സംസ്ഥാനത്തിന്റെ പല ഇടങ്ങളിൽ നിന്നുമായി എത്തിയിരിക്കുന്ന CPIM-ന്റെ പ്രവർത്തകരുണ്ട്, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും അടക്കമുള്ളവരെ നമ്മൾ രാവിലെ മുതൽ കാണുന്നതാണ്. അവരൊക്കെ VS എന്ന ഒറ്റ വികാരത്തിന് വേണ്ടി ഇവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഈ CPIM-ന്റെ പ്രവർത്തകരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് പല നേതാക്കളുമുണ്ട്, പലരുമുണ്ട്, പക്ഷേ അതിനുമപ്പുറം VS അതൊരു വികാരമാണ്. VS-നെ വിടവ് നികത്താൻ ഇനി മറ്റൊരു നേതാവിന് കഴിയുമോ? അവർക്ക് സംശയമാണ്. കാരണം അതായിരുന്നു VS ഒരു ചരിത്രമാണ്, VS ഒരു പാഠപുസ്തകമാണ്. VS എന്ന ചരിത്രത്തെ പല ഘട്ടങ്ങളായി മലയാളികൾ വിലയിരുത്തിയിട്ടുള്ളതാണ്. ഇതാണ് കാണുന്നത്. ഇപ്പോൾ ഒരു അറിയിപ്പ് വരുന്നത് VS-നെ കണ്ട് അന്തിമോപചാരം അർപ്പിക്കാനുള്ള ആളുകളോടൊക്കെ ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്താൻ നിർദ്ദേശം വന്നിരിക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ വീട്ടിൽ വേലിക്കകത്ത് നമുക്കറിയാം, ആ വഴി വളരെ ചെറുതാണ്, ആ വീട് അത്ര വലിയൊരു കോമ്പൗണ്ട് അല്ല. അവിടെ ഒരുപാട് പേരെത്തിയാൽ അവിടെ അതിനുള്ള സൗകര്യം കുറവാണ്. റിക്രിയേഷൻ ഗ്രൗണ്ടിലാണ് അതിനുള്ള സൗകര്യമുള്ളത്. ആ ഗ്രൗണ്ടിലാണ് വിശാലമായ പൊതുദർശനത്തിന് അവസരം ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വീട്ടിലേക്ക് പോകാതെ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്താനാണ് ആളുകളോട് ഇപ്പോൾ നിർദ്ദേശിക്കുന്നത്. സമയക്രമമൊക്കെ പാലിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോഴും വീട്ടിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനിയൊരു 1 കിലോമീറ്ററെങ്കിലും കൂടി പോകേണ്ടതുണ്ട്. പക്ഷേ നോക്കൂ, നഗരത്തിലേക്ക് നോക്കൂ. ആലപ്പുഴ നഗരം മുഴുവൻ ജനസാഗരമാണ്. ആ ജനസാഗരം VS-നെ കാണാൻ വേണ്ടി മാത്രം കാത്തു നിൽക്കുന്ന മനുഷ്യരാണ്. അവർ ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല, അവരെപ്പോഴോ വന്ന് കാത്തു നിൽക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ നഗരമാണ്, അദ്ദേഹത്തിൻ്റെ നാടാണ്, അദ്ദേഹത്തിൻ്റെ മണ്ണാണ്. VS എന്ന് പറയുന്നത് ഞങ്ങളുടെ അഭിമാനമാണ് എന്ന് പറയുന്ന ആലപ്പുഴക്കാരാണ്. അപ്പോൾ ആ ആലപ്പുഴക്കാർ കാത്തു നിൽക്കുമ്പോൾ അവരെ കടന്ന ആ വാഹനത്തിന് അവഗണിച്ച് കടന്നു പോവുക അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള 1 കിലോമീറ്റർ നമ്മൾ ഇന്നലെ കണ്ടതാണ്. തിരുവനന്തപുരം നഗരത്തിൽ 1 കിലോമീറ്റർ പിന്നിടാൻ എത്ര സമയം എടുത്തു എന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയൊരു സമയമെടുക്കൽ എത്രത്തോളം സാധ്യമാവുമെന്നറിയില്ല. കാരണം ഇനിയും എത്രയെത്രയോ മനുഷ്യന്മാർ VS-ന്റെ വീട്ടിലും ഈ പൊതുദർശനത്തിന് സജ്ജീകരണം ഒരുക്കിയിട്ടുള്ള റിക്രിയേഷൻ ഗ്രൗണ്ടിലും പാർട്ടി ഓഫീസിലുമൊക്കെയായി കാത്തു നിൽക്കുന്നുണ്ട്. VS-ന്റെ പ്രിയ സഖാക്കൾ കാത്തിരിക്കുന്നത് പാർട്ടി ഓഫീസിലാണ്. അവിടെ നിന്ന് തുടങ്ങിയ രാഷ്ട്രീയ യാത്രയാണ്. അവിടേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അവിടെ ആളുകൾ എത്താൻ സാധ്യതയുണ്ട് എന്നുകൂടി കണക്കാക്കിയാണ് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് ആളുകളോട് എത്താനുള്ള നിർദ്ദേശം ഉണ്ടായിട്ടുള്ളത്. വീട്ടിൽ കൊണ്ടുപോയി അവിടെ നിന്ന് പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് വേണം റിക്രിയേഷൻ ഗ്രൗണ്ടിലെത്താൻ. തുടർന്നാണ് വലിയ ചുടുകാട്ടിൽ സംസ്കാര ചടങ്ങുകൾ. മഴയുണ്ട്, അതൊരു വലിയ വെല്ലുവിളിയാണ്. ആലപ്പുഴ നഗരത്തിൽ ചെറിയൊരു തിരക്ക് വന്നാൽ തന്നെ വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന സ്ഥലമാണ്. ചെറിയ റോഡുകളാണ്. ആ സാഹചര്യത്തിൽ വളരെ ശ്രദ്ധയോടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. എല്ലാ സജ്ജീകരണങ്ങളും ഇന്നലെ തന്നെ ആലപ്പുഴയിൽ പൂർത്തിയാക്കിയതാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം VS-ന്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. അവർ VS എത്താൻ വേണ്ടി മാത്രം കാത്തിരിക്കുകയാണ്. എല്ലാ തയ്യാറെടുപ്പുകളും അവിടെ പൂർത്തിയായിട്ടുണ്ട്. റെഡ് വോളണ്ടിയേഴ്സും പാർട്ടിയുടെ ജില്ലയിലെ മുതിർന്ന നേതാക്കളും എല്ലാവരും ചേർന്ന് രാവിലെ തന്നെ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയതാണ്. പക്ഷേ
സാധാരണ വളരെ പെട്ടെന്ന് എത്തുന്ന ആളാണ് വി എസ്. ഈ യാത്ര വളരെ പതുക്കെയാണ്, അവസാന യാത്ര ഏറ്റവും പതുക്കെയാണ്. കാണാനുള്ള എല്ലാവരെയും കണ്ടാണ് വി എസ് വരുന്നത്. കാണാനുള്ളവർക്കെല്ലാം വി എസിനെ കാണാൻ അവസരമൊരുക്കിയാണ് ഈ വരവ്. വി എസിനെ അനുഗമിക്കുന്ന വാഹനങ്ങൾ ഒരു വശത്തുണ്ട്. പുന്നപ്ര പറവൂരിലെ വേലിക്കകത്ത് വീട്. വർഷത്തിൽ 1-2 തവണയാണ് അദ്ദേഹം അവിടെ എത്താറുള്ളത്. അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിനത്തിൽ, ഓണത്തിന്. പിന്നെ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹം തിരുവനന്തപുരത്താണ് ഉണ്ടാവാറുള്ളത്. പ്രധാനമായും ഈ പുന്നപ്ര വയലാർ രക്തസാക്ഷി ദിനത്തിലും തിരുവോണ ദിവസവുമാണ് അദ്ദേഹം അവിടെ ഉണ്ടാവാറുള്ളത്. ആ ദിവസങ്ങളിൽ അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്ന മാധ്യമപ്രവർത്തകർ, അവിടെയുള്ള നാട്ടുകാർ ഒക്കെ അന്നത്തെ ദിവസം അദ്ദേഹത്തിനെ അവിടെ പോയി എല്ലാവർക്കും കാണാം. ആ വീട്ടിലേക്ക് വി എസ് അവസാനമായി എത്തുകയാണ്. അവിടെ CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, മന്ത്രി സജി ചെറിയാൻ തുടങ്ങി എല്ലാവരുടെയും നേതൃത്വത്തിലാണ് അവിടെ തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയാക്കിയിട്ടുള്ളത്. അവർ കാത്തു നിൽക്കുകയാണ്. വി എസിൻ്റെ മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര അങ്ങോട്ടേക്ക് എത്തുന്നത് കാത്തു നിൽക്കുകയാണ്. സജിത്ത്, ഇനി ഒരു 1 കിലോമീറ്ററോളം കൂടി വരാനുണ്ട്. പക്ഷേ ആലപ്പുഴയാണ്. ഈ കാത്തു നിൽക്കുന്ന മനുഷ്യന്മാരുണ്ട്. അവരെ കടന്ന് അങ്ങോട്ടേക്ക് എത്താൻ ഇനിയും സമയമെടുക്കില്ലേ? ആലപ്പുഴയിൽ വേലിക്കകത്ത് വീട്ടിലേക്ക് മെയിൻ റോഡിൽ നിന്നും വാഹനം തിരിഞ്ഞു മൃതദേഹം അവിടേക്ക് കൊണ്ടുപോയി അവിടെ ഇറക്കി വെക്കും. വാഹനം അവിടേക്ക് വേലിക്കകത്ത് വീടിന്റെ പരിസരത്തേക്ക് അങ്ങോട്ടേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ വലിയ ജനത്തിരക്കാണ്. ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നവരോട് നിങ്ങൾ എത്രയും വേഗം റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് പോകൂ, അവിടെ വി എസിനെ കാണാൻ അവസരമുണ്ടാകുമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കാരണം വേലിക്കകത്ത് വീടിന് അവിടെ സ്ഥലപരിമിതിയുണ്ട്. അവിടെ ആളുകൾ ഒന്നിച്ച് തിങ്ങിക്കൂടി നിൽക്കുന്നത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല ശ്രീജ, ഇത് ദേശീയപാതയാണ്. ഒരു വശത്തുകൂടെ വാഹനങ്ങൾ കടന്നുപോയേ മതിയാവൂ. ആംബുലൻസുകൾ അടക്കം കടന്നു പോകണം, അവർക്ക് വഴിയൊരുക്കണം. അങ്ങനെ വളരെ ക്ലേശകരമായ ഒരു ദൗത്യ പൂർത്തീകരണം കൂടിയാണ് ഇവിടെ പോലീസും മറ്റ് പാർട്ടി പ്രവർത്തകരും ഒക്കെ നടത്തി വരുന്നത്. എന്തായാലും ഈ വിലാപയാത്ര അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തിക്കഴിയുന്നു. ആലപ്പുഴയിലേക്ക്, ജന്മനാട്ടിലേക്ക് വി എസ് മടങ്ങി വരുന്നു എന്ന അറിയിപ്പാണ് ഇന്ന് എത്തിക്കഴിഞ്ഞു. ഇനി വേലിക്കകത്ത് വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മൃതദേഹം മാറ്റും. അതിനുശേഷം റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പൊതുദർശനം. ഇതാണ് ക്രമീകരണം. അതിനുശേഷം വൈകിട്ടോടുകൂടി പക്ഷേ രാത്രിയായേക്കാം സംസ്കാര ചടങ്ങുകൾ. വലിയ ചുടുകാട് വിപ്ലവ ഭൂമിയിൽ ആ മണ്ണിലേക്ക് വി എസ് പ്രിയപ്പെട്ട വി എസിനെ കാണാൻ കാത്തു നിൽക്കുന്ന ഒരു കുഞ്ഞു മുഖമാണ് കണ്ടത്. അവന് വി എസ് ആരാണെന്ന് ഒരുപക്ഷെ അറിയുമായിരിക്കില്ല. പക്ഷേ ആ മുദ്രാവാക്യം വിളിക്കുന്ന ആ കുഞ്ഞിനെ കാണും. അങ്ങനെ വി എസ് എന്നത് വികാരമാവുന്നത് ഇങ്ങനെയൊക്കെയാണ്. ശരണ്യ സ്നേഹിതൻ, ശരണ്യ, ഇപ്പോൾ ഞാൻ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു കുഞ്ഞ് മോനെയാണ്. അവൻ